നമസ്കാരം. നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഇന്നാട്ടിലെ ഓരോ പൗരനും അറിയാം. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ജനപ്രതിനിധികൾ എല്ലായ്പ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നുകൊണ്ട് കേന്ദ്രത്തെ കുറ്റം പറയുന്നത്. എന്തായാലും ന്യായമായി നേടിയെടുക്കുന്ന പണം നേടിയെടുക്കുന്ന കാര്യത്തിൽ പോലും സംസ്ഥാനത്തിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര വായ്പ നേടിയെടുക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും വലിയ അലംഭാവം ഉണ്ടായത് എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. കഴിഞ്ഞ വർഷം അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കായി 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും കേരളത്തിന് അത് നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. കേന്ദ്ര സഹായമുള്ള പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വേണം എന്നുള്ള ഒരു നിബന്ധന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതാണ് ഈ ഒരു വായ്പ നേടിയെടുക്കുന്നതിൽ നിന്നും കേരളത്തെ പിന്തിരിപ്പിച്ചത്. 4000-5000 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും ഈ ഇനത്തിൽ കേരളം പ്രതീക്ഷിച്ചിരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ കേന്ദ്ര പദ്ധതികൾ നേടിയെടുക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു നിബന്ധന കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും മുന്നോട്ട് വയ്ക്കും. കേന്ദ്രത്തിന്റെ ലോഗോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയുള്ള ബ്രാൻഡിംഗ് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കാതെ വന്നതോടുകൂടിയാണ് ഫണ്ടിന്റെ കാര്യം അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. എടുക്കുന്ന വായ്പ മുഴുവൻ തിരിച്ചടയ്ക്കുന്നതാണ് എന്നും കടമായി തങ്ങൾ എടുക്കുന്ന വായ്പയെല്ലാം തിരിച്ചടയ്ക്കുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ വായ്പ നൽകുന്ന ആളുകളുടെ പേര് അതിൽ കൊത്തിവെക്കേണ്ട ആവശ്യമില്ല എന്നുമുള്ള നിലപാടിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഈ പിടിവാശി കാരണം 5000 കോടി രൂപയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉന്നയിച്ച 17 ആവശ്യങ്ങളിൽ ഒന്നുപോലും കേന്ദ്ര സർക്കാർ ഇക്കുറി ബജറ്റിൽ അംഗീകരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഇക്കുറി ബജറ്റിന് മുൻപ് കേന്ദ്ര സംസ്ഥാന ചർച്ചകളൊന്നും തന്നെ നടക്കുകയും ചെയ്തിരുന്നില്ല. നമുക്കറിയാം, ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാധാരണ സംസ്ഥാനങ്ങൾ ഒരു നിവേദനം നൽകാറുണ്ട്. ഇക്കുറി അത്തരത്തിലുള്ള ഒരു നിവേദനവും കേരളത്തിന്റെ ഭാഗത്തുനിന്നും പോയിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനുള്ള കഠിന പരിശ്രമങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. നമുക്കറിയാം, അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ ഉൾപ്പെടെ നിരന്തരമായി സന്ദർശനം മറ്റും നടത്തിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും കേരളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി പോലും ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. കേന്ദ്രത്തിന്റെ ഏറ്റവും കടുത്ത വിമർശകരായ തമിഴ്നാടും പശ്ചിമ ബംഗാളും പോലും കേന്ദ്ര പദ്ധതികളിലൊക്കെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും കേന്ദ്ര സർക്കാരിന്റെ ലോഗോയും നൽകാറുണ്ട്. അങ്ങനെ ഒരു അവസരത്തിലാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കടുംപിടുത്തം, ഈ ബ്രാൻഡിംഗ് ഉൾപ്പെടുത്തണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം അത് അംഗീകരിക്കാതെ കേരളം മുന്നോട്ട് പോകുന്നതും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണ്ടും കൂപ്പുകുത്തുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.